അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് നമ്മൾ പൂർണ്ണമായി അനുരൂപപ്പെടുമ്പോഴാണ് നമ്മൾ തേജസ്കരിക്കപ്പെടുന്നത്. അപ്പോൾ അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക, ഞാനിത് അതിന് പുറകോട്ട് നോക്കുമ്പോഴത്തേക്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ. ദൈവം അവിടെ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്താ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്? പുത്രന്റെ സ്വരൂപത്തോടുള്ള അനുരൂപതയ്ക്കായിട്ടല്ല ഉണ്ടായി വരുന്നതായി പറയുന്നത്. നന്മയ്ക്കായി കൂടി വ്യാപരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? We need to see that we are conforming to the image of his son. അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുന്നു. അപ്പോൾ അത് നന്മയ്ക്കായി വരുന്നത് ഒരുപക്ഷെ നമ്മുടെ ജോലി പോകുന്നതായിരിക്കും, നമ്മുടെ പൈസ പോകുന്നതായിരിക്കും, നമ്മുടെ ആരോഗ്യം പോകുന്നതായിരിക്കും, ഒരുപക്ഷെ നമുക്ക് ക്യാൻസർ വരുന്നതായിരിക്കും. അപ്പോൾ ദൈവം ആത്യന്തിക നന്മ എന്താണ്? മനുഷ്യനെ എന്റെ ആത്യന്തിക നന്മ അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് ഞാൻ അനുരൂപനാക്കുക. അതിനുവേണ്ടിയാണ് ഐ എം പ്രീഡെസ്റ്റൈൻഡ് ടു ബി കൺഫേം ടു ദി ഇമേജ് ഓഫ് ഹിസ് സൺ. അവന്റെ പുത്രന്റെ സ്വരൂപത്തിൽ അനുരൂപനാകാനായിട്ട് അവൻ എന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്? മുൻ നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്റെ നിയമനം തന്നെ അതാണല്ലോ ഒരു മനുഷ്യന്റെ ആത്യന്തികമായി ഒരു മനുഷ്യന് പ്രാപിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം, ഇല്ലേ? നമ്മളൊരു സ്പേസ് ഷട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ്? അതിന്റെ പെയിന്റ് കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയല്ലല്ലോ നമ്മൾ സ്പേസ് ഷട്ടിൽ ഉണ്ടാക്കുന്നത്, ആണോ? അല്ല. ഒരു സ്പേസ് ഷട്ടിലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അത് സ്പേസിൽ ചെന്നിട്ട് അതിനൊരു കാര്യം നിർവഹിക്കാനുണ്ട്, ഇല്ലേ? സ്പേസിലോട്ട് എത്ര നല്ല ശബ്ദം ഉണ്ടാക്കിയാലും എത്ര പുക പോയാലും ഒന്നും സ്പേസ് ഷട്ടിൽ ഒരിക്കലും എന്തല്ല, ഒരു വിജയമല്ല. അത് വിജയമാകുന്നത് എപ്പോഴാണ്? എന്തിനു വേണ്ടി അത് നിയമിച്ചോ ആ കാര്യം ചെയ്യുമ്പോഴാണ്. ഒരു സ്പേസ് ഷട്ടിൽ ഉണ്ടാക്കി VSS ഇവിടെ തുമ്പെ കൊണ്ട് വെച്ചിട്ട് യാതൊരു അർത്ഥമില്ല. അതെല്ലാവരും വന്ന് കണ്ടിട്ടും അർത്ഥമില്ല, അതിന്റെ ഫോട്ടോ എടുത്തിട്ടും അർത്ഥമില്ല, അതിന്റെ ഫോട്ടോ ലോകം മുഴുവൻ പബ്ലിഷ് ചെയ്തിട്ടും അർത്ഥമില്ല, ഇനി മുകളിലോട്ട് പോയിട്ടും അർത്ഥമില്ല, ഇല്ലേ? എവിടെ ചെന്നിരിക്കണം? അത് എന്തിനു വേണ്ടി മുൻ നിയമിച്ചോ അതാണ് വാസ്തവത്തിൽ പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ നമ്മളെ ഒക്കെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം എന്തിനു വേണ്ടിയാണ് നമ്മളെ പ്രീഡെസ്റ്റൈൻ ചെയ്തത്? അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ വേണ്ടിയാണ് അവൻ നമ്മളെ പ്രീഡെസ്റ്റൈൻ ചെയ്തത്. അതിന് യോജിക്കുന്ന എന്ത് ദുരന്തവും നന്മയാണ്. അത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ദൈവഹിത പ്രകാരം ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. ഇനി ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഈ ആത്മാവ് നമുക്ക് വേണ്ടി ഞരങ്ങുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പക്ഷപാതം ചെയ്യുന്നു എന്ന് പറയുന്നല്ലോ, അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ആത്മാവ് പക്ഷപാതം ചെയ്യുന്നത് എന്നെ ഏതെങ്കിലും നിലയിൽ അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപനാക്കാൻ വേണ്ടിയാണ് ഈ പക്ഷപാതം ചെയ്യുന്നത്. ആത്മാവിന്റെ ഞരക്കം എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ തന്നെ, നമ്മളൊരു പക്ഷെ അറിയുന്നില്ല. എന്റെ ജീവിതത്തിൽ ഒരു ദുരന്തം വരുമ്പോൾ ഞാൻ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല ഇത് എന്നെ ദൈവത്തിന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കാൻ വേണ്ടി ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. ഇറ്റ് ഈസ് സോ ഡിഫിക്കൽട്ട്. അപ്പൊ അന്നേരം ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കർത്താവിനോട് ഞാൻ പറയുന്നത്, കർത്താവേ എന്തോ ഇപ്പൊ സംഭവിക്കുന്നത്, എനിക്കൊന്നും അറിയത്തില്ല. ഒരു പക്ഷെ അന്നേരം നമ്മൾ വെറുതെ കരയായിരിക്കും. We do not know what is happening. We are just crying. We are just speaking in tongues. We do not know what we are doing. അവിടെ ബുദ്ധി കയറി വരുന്നില്ല. കാര്യം ബുദ്ധിയിൽ എനിക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, ഇതൊരു നന്മയാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോഴും ആത്മാവിൽ സന്തോഷത്തോടു കൂടെ പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയുന്നെങ്കിൽ അത് എങ്ങനെയാണ്? എൻ്റെ ബലഹീനതയിൽ ആത്മാവ് എന്ത് ചെയ്യുകയാണ്? കൂട്ടുനിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മൈഗ്രെയിൻ എടുത്ത് ഭയങ്കര തലവേദനയായിട്ട് തല വെട്ടിപ്പൊളിഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് I speak in tongues. You know what I am saying? Lord, I really thank you, Lord. I really thank you because you have given me this migraine. I thank you, Lord, because this helped me to become like you, oh Lord. I just want to see that I am conformed to the image of your son. I really thank you, Lord. ഇതൊക്കെ ഞാൻ എവിടെ പറയുന്നത്? അന്യഭാഷയിലാണ് പറയുന്നത്. പക്ഷെ നമ്മൾ പുറമേ പറയുന്നതിനാ, എന്റെ ദൈവമേ, തലവേദന വേറെ എന്തോ എനിക്ക് തന്നാലും വേണ്ട, എനിക്ക് തലവേദന തരല്ലേ കർത്താവേ. ഇതാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? പുറമേ പറയുന്നത്. കൊടിഞ്ഞി അല്ലേ? കൊടിഞ്ഞി. അപ്പം പുറമേ പറയുന്നത് എന്താണ്? ഇതൊന്ന് മാറ്റിത്തരണേ, ഇതാണ്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ഞാൻ ഇത് മാറ്റിത്തരണേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആത്മാർത്ഥത ഉള്ളവനാണെങ്കിൽ പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഐ സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇൻ ടങ്സ്. അപ്പൊ എന്താ പറയുന്നത്? കർത്താവേ എന്റെ തലവേദന മാറല്ലേ കർത്താവേ, എന്റെ കൊടിഞ്ഞി മാറല്ലേ കർത്താവേ, ഇത് മാറിയാൽ ഞാൻ അഹങ്കാരിയായി പോകും കർത്താവേ, അതുകൊണ്ട് കർത്താവേ ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ, എന്റെ എല്ലാ കയ്പും മാറ്റണേ കർത്താവേ. അത് ഞാൻ പ്രാർത്ഥിക്കുന്നത് എവിടെയാ? ആത്മാവിൽ, അന്യഭാഷയിലാ. അപ്പൊ ആത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബലഹീനത. എന്താണ് ബലഹീനത? എനിക്ക് എന്താണ് നന്മയെന്നറിയാൻ എനിക്ക് കഴിയാതിരിക്കുന്ന എന്റെ ബലഹീനത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പാസേജ് മൊത്തമായിട്ട് വായിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കൃത്യതയോടെ മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ്. അപ്പോൾ നമ്മൾ ബുദ്ധിയിൽ പറയുന്ന കാര്യങ്ങളായിരിക്കത്തില്ല അതേ നിമിഷത്തിൽ തന്നെ നമ്മൾ ചിലപ്പം അന്യഭാഷകളിൽ പറയുമ്പോൾ
പറയുന്നത് നേരെ വിപരീതമായിരിക്കും. പക്ഷെ ആ പ്രാർത്ഥിക്കുന്നത് ബുദ്ധിയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എൻ്റെ ബലഹീനതയ്ക്ക് ആത്മാവ് തുണ നിന്ന് ഞരങ്ങിക്കൊണ്ട് എന്താ പറയുന്നത്, വല്ലവിധേനയും ഞാൻ എന്ത് ചെയ്യണം, തേജസ്കരണത്തിന്റെ ലെവലിലേക്ക്, അതായത് അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപനാകാനായിട്ട് എന്നെ സഹായിക്കേണ്ടതിന് ആത്മാവ് എൻ്റെ ബലഹീനതയിൽ തുണ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ മനസ്സിലാകുന്നുണ്ടല്ലോ ഈ എന്താണ് അന്യഭാഷകളിൽ സംസാരിക്കുന്നതിന്റെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന്റെ പ്രത്യേകത. അപ്പോൾ ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, അതുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല, നമുക്കറിയാൻ വയ്യാത്തത് കൊണ്ട് ആത്മാവ് തന്നെ എന്ത് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം, അതതിനകത്തെ പ്രത്യേകത, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ഇതൊരു ഫാക്ട്. We do not know for what we should pray for. Most of the time we are praying with our intelligence, and our intelligence says this is needed for you, and that must be the biggest folly if we see it in a spiritual manner. ആത്മാവിൽ കാര്യങ്ങളെ കാണുമ്പോൾ, അതുകൊണ്ടാണ് ആത്മീകർക്ക് ആത്മീകമായത് തെളിവാകുന്നത്, അല്ലാത്തവർക്ക് അത് മനസ്സിലാകത്തില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് മൈഗ്രെയിൻ തരണേ, എനിക്ക് ക്യാൻസർ തരണേ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ബുദ്ധി നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ചിലപ്പോൾ കർത്താവേ എനിക്ക് ക്യാൻസർ തരണേ എന്നൊക്കെ ആയിരിക്കും, ആർക്കറിയാം. അതുകൊണ്ട് ആരും ഇനി അന്യഭാഷ പറയുന്നത് നിർത്തുകയൊന്നും വേണ്ട. കാര്യം വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. പ്രാർത്ഥിക്കണമെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇതാണ് ആത്മാവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തുണ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അടുത്തായിട്ട് പഠിക്കേണ്ടത്, ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു സ്പിരിറ്റ് തലത്തിലേക്ക് നമ്മൾ കയറുന്നു. ഒരു സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ച് ഒത്തിരി നമ്മൾ വിശാലമായിട്ട് പഠിക്കണം. പക്ഷേ ഞാനിതൊന്ന് ടച്ച് ചെയ്ത് പോകാനായിട്ട് ആഗ്രഹിക്കാം. ഈ ആത്മാവിലെ പ്രാർത്ഥന ഒരു നമ്മളൊക്കെ പറയുന്ന സ്പിരിച്വൽ വാർഫെയർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ ചിന്ത ദേശാധിപതികൾക്കെതിരെ പോരാടുകയും നേരം വെളുത്ത് സാത്താനെ ചവിട്ടി പൊട്ടിക്കുകയും ബലൂണ് പൊട്ടിക്കുകയും അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളാണ് നമുക്ക് സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ വരുന്നത്. വാസ്തവത്തിൽ സ്പിരിച്വൽ വാർഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള എന്തെങ്കിലും പുറമേ ഉള്ള പ്രകടനങ്ങളല്ല. ഒന്നാമത്തെ കാര്യം, പുറമേ ഉള്ള പ്രകടനങ്ങൾ കൊണ്ട് ഇതൊക്കെ കഴിയുമായിരുന്നെങ്കിൽ വളരെ ഈസി ആയിരുന്നല്ലേ. അപ്പോൾ സാത്താനെ ചവിട്ടി പൊട്ടിച്ച ഉടനെ തന്നെ, ഒരു ബലൂൺ ചവിട്ടി പൊട്ടിച്ച സാത്താൻ അങ്ങ് തകരുമായിരുന്നെങ്കിൽ എന്ത് ഈസി ആയിരുന്നു. കർത്താവിന് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ ഇത്രയും പ്രയാസപ്പെട്ട കാര്യമില്ല. ഇച്ചിരി വലിയൊരു ബലൂണൊന്നും ഉണ്ടാക്കിയിട്ട് കാൽവറയിൽ പോകുന്നതിന് പകരം, മരിക്കുന്നതിന് പകരം നേരെ ചവിട്ടി പൊട്ടിച്ചായിരുന്നെങ്കിൽ എന്ത് ഈസി ആയിരുന്നു അല്ലേ. റൈറ്റ്. അപ്പോൾ ബലൂൺ ചവിട്ടി പൊട്ടിച്ചാൽ പോകുന്നതൊന്നും അല്ല എന്ത് പിശാച് എന്ന് പറയുന്നത്. പിശാച് പ്രവർത്തിക്കുന്ന ആ ഒരു തരത്തിലല്ല താനും. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളുടെ ഓരോ ചിന്തകളിലും വികാരങ്ങളിലും, അതായത് നമ്മുടെ ചിന്തയുടെയും വികാരത്തിൻ്റെയും ലോകത്ത് പിശാച് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ പിശാചിന്റെ ഇരകളല്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. പിശാചിന് നമ്മളെ ബന്ധിക്കാൻ കഴിയത്തില്ലെന്ന് മനസ്സിലാക്കണം. പിശാചിന് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. പിശാചിന്റെ കയ്യിൽ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ മാത്രമേ പിശാചിനെ ബന്ധിക്കാൻ പറ്റുള്ളൂ. പിശാചിന് അവരെ തന്നെ കൊടുക്കുകയാണെങ്കിൽ പിശാചിനെ ബന്ധിക്കാം. അല്ലാതെ ആത്മീകനായ ഒരു വ്യക്തിയെ പിശാചിന് വന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബന്ധിക്കാൻ പറ്റത്തില്ല. പക്ഷെ പിശാചിന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. നമ്മുടെ വികാരത്തെയും ചിന്തകളെയും അവനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പത്രോസിന്റെ കൺഫെഷനാണ് നമ്മൾ കാണുന്നത് അല്ലെ. പത്രോസ്, കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യർ എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ. യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബെറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് പറയുന്നു. ഇവിടെ പത്രോസ് കർത്താവിനോട് പറയുകയാണ്, നീ എന്താണ്, നീ സ്വർഗസ്വനായ പിതാ, അല്ലെങ്കിൽ യു ആർ ദ മെസ്സയ, നീ ക്രിസ്തുവാണ്. ജനങ്ങൾ എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ജനങ്ങൾ പറയുന്നത് നീ ഏലിയാവാണ്, യോഹന്നാൻ സ്നാപകനാണ്, യിരെമ്യാവാണ്, വേറൊരു പ്രവാചകനാണ് എന്നൊക്കെ പറയുന്നു. കർത്താവ് പറഞ്ഞു, ലീവ് ദം, വാട്ട് ഡു യു സേ അബൌട്ട് മീ, നിങ്ങൾ എന്നെ കുറിച്ച് എന്താ പറയുന്നത്? പത്രോസ് പറഞ്ഞു, യു ആർ ദ ക്രൈസ്റ്റ്, നീ ദൈവപുത്രനായ ക്രിസ്തുവാണ്. കർത്താവ് പറഞ്ഞു, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്വനായ എന്റെ പിതാവാണ്. അപ്പൊ അതൊരു വെളിപ്പാട്. ആത്മാവിൽ
ആത്മാവിലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തിരിച്ചറിയാൻ പറ്റുള്ളൂ, ഇല്ലേ? അതുകൊണ്ടാണ് താഴെ അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പിന്നെ താൻ ക്രിസ്തു ആകുന്നുവെന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. അതൊരു വലിയ ഒരു ഫാക്റ്റാണ്. അതായത് വെളിപ്പാടിലൂടെ അല്ലാതെ വാക്കുകളിലൂടെ തിരിച്ചറിഞ്ഞാൽ അതിന്റെ ശക്തി അങ്ങ് ചോർന്നു പോകും. സത്യമായിരിക്കും, യേശു ക്രിസ്തു ആണെന്നുള്ള സത്യം വെളിപ്പാടിലൂടെ അറിയാവും, അല്ലാതെ അറിഞ്ഞു. ഇന്നത്തെ പ്രശ്നം എല്ലാവരും പറയുന്നത് എന്താണ്? യേശു ക്രിസ്തുവാണ്. പക്ഷെ എന്തുണ്ടായിട്ടില്ല? അവർക്ക് വെളിപ്പാടുണ്ടായിട്ടില്ല. വെളിപ്പാടുണ്ടായവന്റെ വാക്കുകൾ ബുദ്ധിയിൽ അറിഞ്ഞവനാണ് യേശു കർത്താവാണെന്ന് അല്ലെ ക്രിസ്തുവാണെന്ന് പറയുന്നത്. പക്ഷെ അവൻ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? പിതാവിൽ നിന്നുള്ള വെളിപ്പാട് പ്രാപിച്ചിട്ടില്ല. അപ്പോൾ പത്രോസിന് വെളിപ്പാടുണ്ടായി. ഞാൻ പെട്ടെന്ന് പോട്ടെ. പത്രോസിന് വെളിപ്പാടുണ്ടായി. എന്ത് വെളിപ്പാടുണ്ടായി? ക്രിസ്തു അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു എന്നുള്ള വെളിപ്പാടുണ്ടായി. ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയിലല്ല നീ ഇത് മനസ്സിലാക്കിയെന്നേ അർത്ഥമുള്ളൂ, അല്ലാതെ വേറെ അർത്ഥമൊന്നുമില്ല. അതായത് ബുദ്ധിപരമായി ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ മശിഹയാണെന്നൊന്നും ചിന്തിച്ച് മനസ്സിലാക്കി വിശകലനം ചെയ്ത് അത് പറയത്തക്ക രീതിയിലുള്ള ബുദ്ധിയൊന്നും നിനക്കില്ല പത്രോസേ. ഇനിയിപ്പം വിജ്ഞാനികളായ പരീശന്മാരോ ശാസ്ത്രിമാരോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളൊക്കെ ആലോചിച്ച് എല്ലാം പറഞ്ഞാൽ പിന്നെ വേണ്ടിയല്ല. പക്ഷെ അത്രയൊന്നും ചിന്തിക്കാനും പറയാനുള്ള ബുദ്ധിയൊന്നും ആർക്കില്ല, പത്രോസിനില്ല. അതുകൊണ്ട് ആ വെളിപ്പാടുണ്ടായതും. പല സമയത്ത് ഈ വിശകലനം നടത്താൻ കഴിവുള്ള ആളുകൾക്ക് എന്തുണ്ടാകത്തില്ല? വെളിപ്പാടുണ്ടാകത്തില്ല. കാര്യം അവർ വിശകലനം നടത്തിക്കൊണ്ടിരിക്കും, ഇല്ലേ? വെളിപ്പാട് എപ്പോഴും ഉണ്ടാകുന്ന ആർക്കാണ്? ശിശുക്കൾക്കാണ്.